ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് പ്രൊഡക്റ്റ് മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഈ പ്രൊഡക്റ്റ് മാസ്റ്ററിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് എത്ര യൂണിറ്റ്സ് അസോസിയേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് കോഡ് വന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് നെയിമിൽ ഞാനിവിടെ പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി ഐറ്റം ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. മൊബൈൽ ആക്സസറീസ് കൊടുത്തു. ഇനി ഞാനിവിടെ യൂണിറ്റ്സ് സ്പെസിഫൈ ചെയ്യണം. ഇപ്പം നമ്പേഴ്സിൽ ഓക്കെ, എൻ്റെ ബേസിക് യൂണിറ്റ് നമ്പേഴ്സിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതിൽ ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ യൂണിറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം കോംബോ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് സേവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് മാസ്റ്ററിൽ സേവ് ആയി. ബേസിക് യൂണിറ്റ് നമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പീസസ് കൊടുക്കാം. ഓക്കെ, യൂണിറ്റ് ആൻഡ് സെയിൽ അത് നമുക്ക് കോമ്പിനേഷനായിട്ട് കൊടുക്കാം. യൂണിറ്റ് ആൻഡ് പർച്ചേസ് നമ്മൾ ബോക്സസിലാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് ആൻഡ് റിപ്പോർട്ട്സ് പീസസിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ പീസസ്, കോംബോ ആൻഡ് ബോക്സ് ഈ 3 യൂണിറ്റ്സും എങ്ങനെയാണ് ഒന്നൊന്നായിട്ട് റിലേറ്റഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി നമ്മളിവിടെ പർച്ചേസ് റേറ്റ് പറഞ്ഞു കൊടുക്കണം. നമ്മൾ യൂണിറ്റ് ഡീറ്റെയിൽസിനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ പീസസ് കോംബോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്, കോംബോ എങ്ങനെയാണ് ബോക്സസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൺവേർഷൻ ഫാക്ടറിലാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ബോക്സിൽ 5 പീസസ് ആണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ കൺവേർഷൻ ഫാക്ടറിൻ്റെ താഴെ 5 എൻട്രി ചെയ്ത് കൊടുക്കണം. ഇവിടെ 5 പീസസ്. ഓക്കെ, ഇനി അതുപോലെ ഒരു കോമ്പിലാണെങ്കിൽ ബോക്സ് ആണെങ്കിൽ ഞാൻ 2 പീസസാണ് കൊടുക്കുന്നത്. ഇനി ഇതിന് സിംഗിൾ ബാർകോഡ് ആണെങ്കിൽ നമുക്കത് ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അല്ല ഒരു യൂണിറ്റിന് മോർ ദാൻ 1 ബാർകോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബാർകോഡ്സ് ടാബിൽ പോയിട്ട് ഓരോ ബാർകോഡിൻ്റെയും ഇവിടെ നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആണ് ബേസിക് യൂണിറ്റിൽ. അപ്പം നമ്മളിവിടെ ബാർകോഡ് സ്കാൻ ചെയ്ത് കൊടുക്കണം. ബോക്സസ് എൻട്രി ചെയ്ത് കൊടുക്കാം. ഇവിടെ കോംബോ എൻട്രി ചെയ്ത് കൊടുക്കാം. കോംബോന് ഏതാണ് ബാർകോഡ് എന്നുള്ളത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ദിസ് റെക്കോർഡ് യെസ് കൊടുത്തു. നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് പെയിനിൽ പോയി കഴിഞ്ഞാൽ ഈ ഹെഡിങ്ങിൻ്റെ അടിയിൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ മൊബൈൽ ആക്സസറീസിലാണ് കൊടുത്തത്, മൊബൈൽ ചാർജറിനാണ് കൊടുത്തത്. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ പ്രൊഡക്റ്റ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. ഇങ്ങനെയാണ് യൂണിറ്റ് ഡീറ്റെയിൽസിൽ പോയിട്ട് നമ്മൾ കൺവേർഷൻ ഫാക്ടർ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റും എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ളത്, ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ളത് ലോഡഡ് ആവും. അത്രയേ ഉള്ളൂ പ്രൊഡക്റ്റ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. താങ്ക് യു.